ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചോസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. മോങ്കോഡിസിൻ്റെ ഡിസൈൻ ആട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ്സ് ഉണ്ട്, പിന്നെ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ബീഡ്സുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട്. ആ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട്, അതായത് നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടോ, ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു എന്താ പറയുക, അത് കഴിയുമ്പോൾ ഒരു റൗണ്ടും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും നമ്മളൊരു ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നെക്ക് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ആ ഡോട്ട്സിൻ്റെ ഭാഗത്തായിട്ട് 2 സൈഡിലും ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ ലീഫ് ഇങ്ങനെ 2 സൈഡിലേക്കുമായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനപ്പോൾ ഈ ഒരു പിക്ക് നോക്കിയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഡിസൈനും അതേപോലെ നമുക്ക് ആ ഒരു യോക്കിൻ്റെ ആ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ഡിസൈനും ഏകദേശം സെയിം തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ നെക്കിന് വേറൊരു ചെറിയൊരു ഡിസൈൻ കൊടുത്തു. അതേസമയം ഞാൻ ആ യോക്കിൻ്റെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വേറൊരു ഡിസൈനും, അതായത് ആ ഒരു മോങ്കോഡിസിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിരിക്കുന്നത്, ട്രേസിങ് ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ വൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട്, നമ്മുടെ അപ്സര ഗ്ലാസ് മാർക്കർ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ അങ്ങ് വരച്ച് കൊടുത്തു കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു പോർഷൻ ഒരു യു ഷേപ്പിൽ താഴേക്ക് വന്നിട്ടുള്ള ആ ഒരു യോക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട്. നെക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ട്സ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ആട്ടോ വരുന്നത്. ആ ഫ്ലവേഴ്സും ലീഫുകളും ഒക്കെ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ ഒരു യു ഷേപ്പിൽ, അതായത് നമ്മുടെ യോക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ചെയ്യുകയായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ജസ്റ്റ് അളവൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 14 സൈസാണ് വരുന്നത്. യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ 14 ലെങ്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു 14 ലെങ്തിൽ വേണം നിങ്ങൾ മെഷർ ചെയ്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒരു ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുവാണ് കേട്ടോ. ഞാൻ അങ്ങനെ മെഷർ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് നിങ്ങളെ വരച്ച് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് 14 ആണ്. ആ ഒരു 14 ലെങ്തിൽ വേണം നമ്മൾ ആ ഒരു യു ഷേപ്പിൽ നമ്മൾ ആ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ ലൈൻസിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഉള്ള ആ ഒരു ഫിഗർ വരച്ച് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഈ ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റെം അങ്ങോട്ട് പോയിട്ടുണ്ട് 2 സൈഡിലേക്ക്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ക്ലാസ് എൻക്വയറിയുടെ ആ ഒരു നമ്പർ മുകളിൽ വന്നേക്കുന്നതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു ഡിസൈൻ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഡിസൈനിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് താഴെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ താഴെ വന്നപ്പോൾ ആ ഒരു പെറ്റിൽ കണ്ടോ, ആ ഒരു പെറ്റിൽ കുറച്ച് വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് നമ്മൾ വരച്ച് കൊടുക്കുക. അതിന് ശേഷം അവിടുന്ന് ഒരു സ്റ്റെമ്മ് വരച്ച് കൊടുത്തു, അവിടുന്ന് ഒരു ലീഫ്, പിന്നെ 2 സൈഡിലേക്കും ഒരു സ്റ്റെമ്മും ലീഫും വരച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം 2 സൈഡിലേക്കും ലീഫ്, പിന്നെ ഈ ഒരു ഷേപ്പിൽ നമ്മളൊരു പെറ്റിലും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു യു ഷേപ്പിൽ നമ്മൾ ആ ഒരു യോക്കിൻ്റെ ആ ഒരു ഭാഗം വരച്ചിരിക്കുന്നത്, പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ ഇതേപോലെ അങ്ങ് കംപ്ലീറ്റ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. അത് മറക്കാതെ അടയാളപ്പെടുത്തി എടുക്കുക. അതിന് ശേഷമാണ് അവിടുന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു യു ഷേപ്പിൽ നമ്മൾ വരച്ചാൻ കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ബീഡ്സ് വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് സെൻറ്ററിലൊരു ബീഡ് ഫിക്സ് ചെയ്തു. അതിന് ശേഷം ഒരു 5-6 ബീഡ്സ് കട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ഫില്ല് ചെയ്ത് ഫിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്.
കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ 4 സൈഡിലും ലോക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്കുള്ള നമ്പറാണ് കേട്ടോ ഇത്. വാട്സാപ്പ് നമ്പറാണ്. അതിൽ കോൺടാക്റ്റ് ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നമ്മൾ സെക്കൻഡ് ബാച്ച്, നമ്മുടെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, പഠിക്കാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഉടനെ തന്നെ, അതായത് ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങുവാണ്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ, വേഗം തന്നെ വന്നോളൂ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സാപ്പിൽ കൂടി മെസ്സേജിൽ കൂടി അറിയിക്കാം. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. കാരണം ഇപ്പം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കൂടുതലായിട്ടും അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ലെങ്തായി പോവും വീഡിയോസ്. അപ്പോൾ അതറിയാനായിട്ട് ആഗ്രഹമുള്ളവരും പഠിക്കാൻ ആഗ്രഹമുള്ളവരും വന്നിട്ട് ഈ ഒരു നമ്പറിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾക്കത് ഇതേപോലെ ഒരു 3-4 കട്ട് ബീഡ്സ് എടുത്തിട്ട് 2-3 പെറ്റൽസ് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡും ഒരു ചെറിയൊരു ഷുഗർ ബീഡും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വലിയൊരു ഓർഡർ ആയിട്ടൊന്നും അല്ല ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ഫ്ലവർ വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ 2-3 ബീഡ്സ് വേണമെങ്കിലും മതി. അല്ലെങ്കിൽ എന്താ പറയുക, എത്ര ബീഡ്സ് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്ക് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലാവണമുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? എനിക്കെന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഞാൻ പറയുമ്പോഴേ. അപ്പോൾ എന്താ ഇതേപോലെ നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഒരു ലീഫ് ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തൊന്നും ജസ്റ്റ് മാറിപ്പോയി. കാരണം ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ വിട്ടുപോയി. അതാണ് കേട്ടോ സംഭവിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് ചുമ്മാ കണ്ട് പോവല്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും നല്ലൊരു ഡിസൈനറൊക്കെ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ ചെയ്യുന്ന ഡിസൈൻസുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ലീഫ് ഹോൾ ചെയ്ത് കൊടുത്തു, സ്റ്റെമ്മും ചെയ്ത് കൊടുത്തു, ഫ്ലവറും ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ്, ഒരു 3-4 ഷുഗർ ബീഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം 2 സൈഡിലേക്കും കണ്ടോ കുറച്ച് ബീഡ്സ് ഞാൻ 2 സൈഡിലേക്കും ഒന്ന് ഒരു എന്താ പറയുക ഒരു സ്റ്റിക്ക് പോലെ ചെയ്തിരിക്കുന്നതുണ്ടോ. അവിടെ ജസ്റ്റ് റൗണ്ട് അത് നമുക്ക് ഞാൻ ആദ്യമേ പടം വരച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നെക്കിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് കുറച്ച് വ്യത്യാസത്തോടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഷേപ്പിൽ, അതായത് യോക്കിൻ്റെ ഷേപ്പിൽ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മോങ്കോഡസിൻ്റെ ഡിസൈൻ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കുറച്ചൊന്ന് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ കുറച്ച് മാറ്റം വരുത്തി കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള രീതിയിൽ, അതായത് യോക്കിൽ കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ആ ഡിസൈൻ തന്നെ നെക്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ തന്നെ യോക്കിൽ കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. പിന്നെ പെട്ടെന്നൊന്നും, അതായത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഈ ഒരു വർക്കൊന്നും ചെയ്ത് തീർക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് കുറച്ച് ദിവസം എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫുൾ ബീഡ് വർക്കാണല്ലോ. അപ്പോൾ കുറച്ച് താമസമൊക്കെ എടുക്കും കേട്ടോ. പിന്നെ വളരെ ഡിസൈൻ കാണുമ്പോൾ ഭയങ്കര എളുപ്പം പോലെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. പിന്നെ ഇതാ നമ്മൾ അടുത്ത ഫ്ലവറിന് ഇതേപോലെ ഒരു സെൻറ്ററിലൊരു ബീഡ് ഫിക്സ് ചെയ്തു. പിന്നെ ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റിനും ഒരു റൗണ്ട് ബീഡും ഒരു സ്മോൾ ബീഡും കൂടി നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് നമ്മളങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര സിമ്പിളാട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്കിതേപോലെ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഫ്ലവർ വരും നമുക്ക്. ഇനിയിപ്പം നമുക്ക് താഴത്തെ പോർഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ഈ ഒരു ഡിസൈനിൽ നമുക്ക് എന്താ പറയുക, താഴത്തെ എല്ലാ ഫ്ലവറും വേണമെങ്കിൽ ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആ ഒരു ഫ്ലവർ ചെയ്യണം എന്നൊന്നുമില്ല. ഈ ഒരു ഫ്ലവർ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വേണമെങ്കിൽ പോകാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇനി നമുക്ക് താഴത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ, താഴത്തെ ഭാഗത്ത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ താഴെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ കണ്ടോ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, കാരണം സ്റ്റെം ഒന്ന് വളഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ആ ഒരു ഭാഗം കണ്ടോ, ഇപ്പം ഞാൻ ആ പെൻസിൽ വെച്ച് കാണിച്ചിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗം നമ്മൾ വ്യത്യാസത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. ഫ്ലവറും ലീഫും എല്ലാം സെയിം തന്നെ, സ്റ്റെമ്മുകൾ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഒരു പെറ്റലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ ഒരു പെറ്റലിനകത്ത് കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കാരണം നമ്മൾ എല്ലാ ലീഫിൻ്റെ അകത്തും നമ്മൾ കുറച്ച് ഷുഗർ ബീഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ചോ അല്ലെങ്കിൽ കുറച്ച് അകത്തിയോ അങ്ങനെ കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് അതായത് ഇതേപോലെ കൊടുക്കാവേ. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വർക്കെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഇതുപോലെ കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇന്നതൊന്നൊന്നുമില്ല, ഏത് ബീഡ്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവേ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പോർഷൻ, അതായത് മുകളിലത്തെ ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷനിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കല്ലേ. പഠിക്കാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇതേപോലത്തെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്